ഹസ്തിനപുരിയിലെ രാജാവായിരുന്നു പാണ്ഡു. ഒരിക്കൽ വനത്തിൽ നായാട്ടിനായി പോയ വേളയിൽ 2 മാനുകളെ അബദ്ധവശാൽ അമ്പെയ്ത് വീഴ്ത്തി. എന്നാൽ മാനുകളുടെ രൂപത്തിൽ രമിച്ചു നടന്നിരുന്ന കിന്തമ മുനിയും അദ്ദേഹത്തിന്റെ ഭാര്യയുമായിരുന്നു അത്. വിരഹവേദനയാൽ മനംനൊന്ത മുനി മരിക്കുന്നതിനു മുമ്പ് പാണ്ഡുവിനെ ശപിച്ചു. പ്രണയാതീതനായി ഭാര്യയെ സമീപിക്കുന്ന വേളയിൽ മരണപ്പെട്ടു പോകട്ടെ എന്നായിരുന്നു ശാപം. ഏറെ കാലം കഴിഞ്ഞ് കുന്തിയെയും മാദ്രിയെയും അദ്ദേഹം വിവാഹം കഴിച്ചു. എന്നാൽ ശാപത്തെ തുടർന്ന് അവരുടെ അനുരാഗ നാളുകൾ നീണ്ടുപോയി. സന്താന സൗഭാഗ്യമില്ലാതെ മനംനൊന്ത പാണ്ഡു കുന്തിയെ സമീപിച്ച് മന്ത്രസിദ്ധിയാൽ പുത്രന്മാരെ വരമായി നേടാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ആ പുത്രന്മാരെ തൻ്റെ സ്വന്തം പുത്രന്മാരായി കണ്ട് അദ്ദേഹം അവർക്ക് സ്നേഹം പങ്കിട്ടു. എന്നാൽ ഒരിക്കൽ മാദ്രിയുടെ വശതയിൽ കാമപരവശനായ പാണ്ഡു ശാപം മറന്ന് മാദ്രിയുമായി അനുരാഗത്തിലേർപ്പെട്ടു. എന്നാൽ ശാപത്തെപ്പറ്റി മാദ്രി ഓർമ്മിപ്പിച്ചെങ്കിലും അതെല്ലാം മറന്ന് പാണ്ഡു ആ നിമിഷത്തെ ആസ്വദിച്ചു. പക്ഷേ അതിനൊടുവിൽ പാണ്ഡു മാദ്രിയുടെ മാറിലേക്ക് മരണപ്പെട്ട് വീഴുകയാണുണ്ടായത്.